ബൊഞ്ചോർണോ തൂത്തി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 25 ഡെയിലി യൂസ്ഫുൾ സെൻറ്റൻസസ് പഠിക്കാം. അതായത് കൊച്ചു കൊച്ചു സെൻറ്റൻസുകളാണ്. കം ഹിയർ, ഗോ ദർ, ഡു ഇറ്റ് തുടങ്ങിയ കൊച്ചു സെൻറ്റൻസസ് പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷ് പോലെയല്ല ഇറ്റാലിയനിൽ. ഇംഗ്ലീഷിൽ നമുക്ക് സിംഗുലർ പേഴ്സണോടും പ്ലൂരൽ പേഴ്സണോടും റെസ്പെക്റ്റ് ചെയ്യേണ്ടവരോടും എല്ലാം നമ്മൾ കം ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഇറ്റാലിയനിൽ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത്, വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കണം. ഒരു ഉദാഹരണം പറയാം. കം ഹിയർ എന്നതിന് പകരം നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അടുപ്പമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വെനി കുയി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പ്ലൂരൽ ആണെങ്കിൽ വെനീത്തെ കുയി എന്ന് പറയണം. ഇനി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ വേങ്ക കുയി എന്നാണ് പറയേണ്ടത്. റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികൾ ഒത്തിരി അധികമുണ്ടെങ്കിൽ പ്ലൂരൽ ആണെങ്കിൽ വേങ്കനോ കുയി എന്ന് പറയണം. ഇങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഇറ്റാലിയനും ഇംഗ്ലീഷും തമ്മിൽ. നിങ്ങൾ ഇറ്റാലിയൻ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ പീപ്പിളിന് പലപ്പോഴും അത് ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ പ്രായമായൊരു അമ്മയോട് വെനിക്കുയി എന്ന് പറയുന്നത് ശരിയല്ല, വേങ്കക്കുയി എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ നന്നായിട്ട് ഇറ്റാലിയൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പഠിക്കാനായിട്ട് എളുപ്പമാണ്, ചെറിയ സെൻറ്റൻസസ് ആണ്, പക്ഷേ ആ ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സെത്തി പ്രോന്തി. ഫസ്റ്റ് വൺ സ്വേല്യത്തി, ടു വേക്കപ്പ്, ഉണരൂ. സ്വേല്യത്തി എന്ന് പറയുന്നത് ഇൻഫോർമലാണ്, സിംഗുലർ പേഴ്സൺ. അതായത് നമുക്ക് ഒത്തിരി അടുപ്പമുള്ളവരോട് മാത്രമേ സ്വേല്യത്തി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സ്വല്യാത്തവി പ്ലൂരൽ, ഇൻഫോർമൽ. ഒത്തിരി ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സ്വല്യാത്തവി എന്നാണ് പറയേണ്ടത്. സിസ്വേല്ലി ഫോർമലാണ്, സിംഗുലറാണ്. അതായത് റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളോട്, ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളോടൊക്കെ സിസ്വേല്ലി എന്നാണ് പറയേണ്ടത്. ഇനി സിസ്വേല്ലിനോ എന്ന് പറഞ്ഞാൽ അത് ഫോർമൽ, പ്ലൂരലാണ്. ഒത്തിരി ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലൂരലായിട്ട് പറയുമ്പോൾ നമ്മൾ സിസ്വേല്ലിനോ എന്നാണ് പറയേണ്ടത്. സെക്കൻഡ് വൺ പ്രിപ്പാരത്തി, ഇൻഫോർമൽ, സിംഗുലർ. ഗെറ്റ് റെഡി, തയ്യാറാകൂ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പ്രിപ്പാരത്തി തയ്യാറാകൂ. പ്ലൂരലായിട്ട് പറയുമ്പോൾ പ്രിപ്പറാത്തവി എന്നാണ് പറയേണ്ടത്. പ്ലൂരൽ, ഇൻഫോർമലാണ് അതും. സി പ്രിപ്പാറി ഫോർമലാണ്, സിംഗുലർ പേഴ്സൺ. സി പ്രിപ്പാറിനോ ഫോർമൽ, പ്ലൂരൽ. നെക്സ്റ്റ് വൺ വൈ അദേസോ, ഗോ നൗ, ഇപ്പോൾ പോകൂ എന്നൊക്കെ പറയാനാണ് വൈ അദേസോ എന്ന് പറയുന്നത്. ഇതും നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയോടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. എന്നാൽ ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ അന്താത്തെ ആദേശോ എന്നാണ് പറയേണ്ടത്. പ്ലൂരൽ, ഇൻഫോർമൽ, അന്താത്തെ ആദേശോ. വാദ ആദേശോ ഫോർമൽ, സിംഗുലർ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വാദ ആദേശോ എന്നാണ് പറയേണ്ടത്. വൈ അദേശോ എന്ന് ഒരിക്കലും പറയരുത്, കാരണം അത് ഒട്ടും റെസ്പെക്റ്റ് അല്ല അങ്ങനെ പറയുന്നത്. വാദനോ ആദേശോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമൽ, പ്ലൂരലാണ്. ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ വാദനോ ആദേശോ എന്നാണ് പറയേണ്ടത്. ഗോ നൗ, ഇപ്പോൾ പോകൂ എന്നർത്ഥമാണുള്ളത്. നെക്സ്റ്റ് വൺ വെനിക്കുയി ഓർ വെനിക്വ, കം ഹിയർ, ഇവിടെ വരൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വെനിക്കുയി അല്ലെങ്കിൽ വെനിക്വ എന്ന് പറയുന്നത്. ഇൻഫോർമൽ, സിംഗുലറാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുപ്പമുള്ളവരോട് മാത്രമേ, അല്ലെങ്കിൽ നമ്മളുടെ ഏജുകാരോടൊക്കെ മാത്രമേ വെനിക്കുയി അല്ലെങ്കിൽ വെനിക്വ എന്നൊക്കെ പറയാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ വെനീത്തെ കുയി അല്ലെങ്കിൽ വെനീത്തെ ക്വ, പ്ലൂരൽ, ഇൻഫോർമൽ. വേങ്കക്കുയി ഓ വേങ്കക്വ ഫോർമൽ, സിംഗുലർ. നിങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ വേനിക്കുയി എന്ന് പറഞ്ഞു, പിന്നീട് വെനീത്തെ കുയി എന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നത് വേങ്കക്കുയി എന്നാണ്. നെക്സ്റ്റ് വൺ വേങ്കനോ കുയി അല്ലെങ്കിൽ വേങ്കനോ ക്വ, ഇത് ഫോർമൽ, പ്ലൂരലാണ്. കം ഹിയർ, ഇവിടെ വരൂ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ റെസ്റ്റലി, ഇൻഫോർമൽ, സിംഗുലറാണ്. സ്റ്റേ ദർ, അവിടെ നിൽക്കൂ എന്ന് പറയാനാണ് റെസ്റ്റലി എന്ന് പറയുന്നത്. റെസ്താത്തെലി ഇൻഫോർമൽ, പ്ലൂരലാണ്. റിമാങ്കലി ഫോർമൽ, സിംഗുലറാണ്. റിമാങ്കനുലി ഫോർമൽ, പ്ലൂരലാണ്. അപ്പോൾ ആദ്യം റെസ്തലി, റെസ്താത്തെലി എന്ന് പറഞ്ഞതാണ്. ഫോർമലിലേക്ക് വന്നപ്പോഴേക്കും എന്തായത് റിമാങ്കലി അല്ലെങ്കിൽ റിമാങ്കനുലി എന്നായി മാറി. ഗ്വാർദക്കുയി ഓ ഗ്വാർദക്വ, ലുക്ക് ഹിയർ,
ഇവിടെ നോക്കൂ. ഗോർദാത്തെ കുയി ഓ ഗോർദാത്തെ ക്വ ഇൻഫോർമൽ പ്ലൂരലാണ്. ഗോർദി കുയി ഗോർദി ക്വ ഫോർമൽ സിംഗുലർ. ഗോർദിനോ കുയി ഗോർദിനോ ക്വ ഫോർമൽ പ്ലൂരൽ. പാർല പ്യു ഫോർത്തെ ഇൻഫോർമൽ സിംഗുലറാണ്. സ്പീക്ക് ലൗഡർ ഉറക്കെ സംസാരിക്കൂ എന്നൊക്കെ പറയാനാണ് പാർല പ്യു ഫോർത്തെ എന്ന് പറയേണ്ടത്. പാർലാത്തെ പ്യു ഫോർത്തെ ഇൻഫോർമൽ പ്ലൂരലാണ്. പാർലി പ്യു ഫോർത്തെ ഫോർമലാണ് സിംഗുലർ പേഴ്സൺ. പാർലിനോ പ്യു ഫോർത്തെ ഫോർമൽ പ്ലൂരൽ. അസ്കോൾത്ത അറ്റൻഡമെൻറ്റ് ഇൻഫോർമൽ സിംഗുലർ. ലിസൺ കെയർഫുള്ളി ശ്രദ്ധയോടെ കേൾക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അസ്കോൾത്താത്തി അറ്റൻഡമെൻറ്റ് ഇൻഫോർമൽ പ്ലൂരൽ. അസ്കോൾത്തി അറ്റൻഡമെൻറ്റ് ഫോർമൽ സിംഗുലർ. അസ്കോൾത്തിനോ അറ്റൻഡമെൻറ്റ് ഫോർമൽ പ്ലൂരൽ. സ്ക്രീവി വെലോച്ചെ ഇൻഫോർമൽ സിംഗുലർ. റൈറ്റ് ഫാസ്റ്റ് വേഗത്തിൽ എഴുതുക. സ്ക്രിവേത്തെ വെലോച്ചി ഇൻഫോർമൽ പ്ലൂരൽ. സ്ക്രീവ വെലോച്ചെ ഫോർമൽ സിംഗുലർ. സ്ക്രീവനു വെലോച്ചെ ഫോർമൽ പ്ലൂരൽ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീവി എന്ന് ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയോട് പറയരുത്, മറിച്ച് സ്ക്രീവ വെലോച്ചെ എന്നാണ് പറയേണ്ടത്. ലേജി ലെൻഡമെൻറ്റ് റീഡ് സ്ലോവിലി പതുക്കെ വായിക്കുക. ലേജി ലെൻഡമെൻറ്റ് ഇൻഫോർമൽ സിംഗുലറാണ്. ലെജ്ജേറ്റ് ലെൻഡമെൻറ്റ് ഇൻഫോർമൽ പ്ലൂരൽ. ലേഖ ലെൻഡമെൻറ്റ് ഫോർമൽ സിംഗുലർ. ലേഖനു ലെൻഡമെൻറ്റ് ഫോർമൽ പ്ലൂരൽ. പ്രോവതി നോവോ ഇൻഫോർമൽ സിംഗുലർ. ട്രൈ അഗെയിൻ വീണ്ടും ശ്രമിക്കുക. പ്രൊവാത്തതി നോവോ ഇൻഫോർമൽ പ്ലൂരൽ. പ്രോവിതി നോവോ ഫോർമൽ സിംഗുലർ. വീണ്ടും ശ്രമിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. പ്രോവിനോദി നോവോ ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ സിയേഡിറ്റി ഇൻഫോർമൽ സിംഗുലർ. സിറ്റ് ഡൗൺ ഇരിക്കുക. സ്യദേത്തവി ഇൻഫോർമൽ പ്ലൂരൽ. ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ സ്യദേത്തവി എന്നാണ് പറയേണ്ടത്. സിസ്യേത ഫോർമൽ സിംഗുലർ. റെസ്പെക്റ്റ് ചെയ്യേണ്ടവരോട് നമ്മൾ സിസ്യേത എന്നാണ് പറയുന്നത് ഒരാളാണെന്നുണ്ടെങ്കിൽ. ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ സിസ്യേതനോ എന്നാണ് പറയേണ്ടത്. ഫോർമൽ പ്ലൂരലാണ് സിസ്യേതനോ. സിറ്റ് ഡൗൺ. നെക്സ്റ്റ് വൺ ആൽസത്തി ഇൻഫോർമൽ സിംഗുലർ. അൽസാറ്റവി ഇൻഫോർമൽ പ്ലൂരൽ. സ്റ്റാൻഡപ്പ് എഴുന്നേൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആൽസത്തി സ്റ്റാൻഡപ്പ്. അൽസാത്തവി പ്ലൂരലാണ്. സി ആൽസി എന്നാണ് ഫോർമലായിട്ട് സിംഗുലർ പേഴ്സണ് ഉപയോഗിക്കേണ്ടത്. സി ആൽസിനോ ഫോർമൽ പ്ലൂരൽ. സ്പോസ്റ്റത്തി ഇൻഫോർമൽ സിംഗുലർ. മൂവ് സൈഡ് മാറി നിൽക്കുക. സ്പോസ്താത്തവി ഇൻഫോർമൽ പ്ലൂരൽ. സിസ്പോസ്റ്റി ഫോർമൽ സിംഗുലർ. സിസ്പോസ്റ്റിനോ ഫോർമൽ പ്ലൂരൽ. അസ്പെറ്റഫോറി ഇൻഫോർമൽ സിംഗുലർ. വെയിറ്റ് ഔട്ട്സൈഡ് പുറത്ത് കാത്തു നിൽക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അസ്പെറ്റാത്തെഫോറി ഇൻഫോർമൽ പ്ലൂരൽ. അസ്പെറ്റിഫോറി ഫോർമൽ സിംഗുലർ. അസ്പെറ്റിനോഫോറി ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ ഗുയിദ con attenzione ഇൻഫോർമൽ സിംഗുലർ. ഡ്രൈവ് കെയർഫുള്ളി ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുക. ഗുയിദാത്തെ con attenzione ഇൻഫോർമൽ പ്ലൂരൽ. ഗുയിദി con attenzione ഫോർമൽ സിംഗുലർ. ഗുയിദിനോ con attenzione ഫോർമൽ പ്ലൂരൽ. മാഞ്ചി ലെൻഡമെൻറ്റ് ഇൻഫോർമൽ സിംഗുലർ. ഈറ്റ് സ്ലോവിലി സാവധാനം ഭക്ഷണം കഴിക്കുക. മഞ്ചാത്തെ ലെൻഡമെൻറ്റ് ഇൻഫോർമൽ പ്ലൂരൽ. മാഞ്ച ലെൻഡമെൻറ്റ് ഫോർമൽ സിംഗുലർ. അതായത് നിങ്ങൾ പ്രായമായിട്ടുള്ളൊരു വ്യക്തിയൊക്കെ പരിചരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഒരിക്കലും മാഞ്ചി ലെൻഡമെൻറ്റ് എന്ന് പറയരുത്, മറിച്ച് മാഞ്ച ലെൻഡമെൻറ്റ് എന്നാണ് പറയേണ്ടത്. മാഞ്ചിനു ലെൻഡമെൻറ്റ് ഫോർമൽ പ്ലൂരൽ. ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ മാഞ്ചിനു ലെൻഡമെൻറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ബേവി ആക്വ ഇൻഫോർമൽ സിംഗുലർ. ഡ്രിങ്ക് വാട്ടർ വെള്ളം കുടിക്കൂ. ബെവേത്തി ആക്വ ഇൻഫോർമൽ പ്ലൂരൽ. ബേവ ആക്വ ഫോർമൽ സിംഗുലർ. ബേവനു ആക്വ
ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ സ്റ്റൈ അത്തേണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൈ അത്തേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കെയർഫുൾ, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അർത്ഥം. അത്തേണ്ടോ മെയിലിനാണ് ഉപയോഗിക്കേണ്ടത്, എന്നാൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അത്തേണ്ട എന്നാണ് പറയേണ്ടത്. സ്റ്റൈ അത്തേണ്ട. നെക്സ്റ്റ് വൺ സ്റ്റാറ്റെ അത്തേണ്ടി, ഇൻഫോർമൽ പ്ലൂരൽ. സ്റ്റിയ അത്തേണ്ടോ, സ്റ്റിയ അത്തേണ്ട, ഫോർമൽ സിംഗുലർ. നേരത്തെ പറഞ്ഞതാണ്. മെയിൽ ആണെന്നുണ്ടെങ്കിൽ അത്തേണ്ടോ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അത്തേണ്ട. സ്റ്റിയനോ അത്തേണ്ടി, ഫോർമൽ പ്ലൂരൽ. സ്റ്റൈ ജിട്ടോ, സ്റ്റൈ ജിത്ത, ഇൻഫോർമൽ സിംഗുലർ. ബി ക്വയറ്റ്, മിണ്ടാതിരിക്കുക എന്നതാണ് അർത്ഥം. സ്റ്റാത്തെ ജിറ്റി, സ്റ്റാത്തെ ജിത്തെ, ഇൻഫോർമൽ പ്ലൂരൽ. സ്റ്റിയ ജിട്ടോ, സ്റ്റിയ ജിത്ത, ഫോർമൽ സിംഗുലർ. സ്റ്റിയനോ ജിറ്റി, ഫോർമൽ പ്ലൂരൽ. കമ്മീന വെലോച്ചെ, ഇൻഫോർമൽ സിംഗുലർ. വാക്ക് ഫാസ്റ്റ്, വേഗത്തിൽ നടക്കുക. കമ്മിനാത്തെ വെലോച്ചി, ഇൻഫോർമൽ പ്ലൂരൽ. കമ്മീനി വെലോച്ചെ, ഫോർമൽ സിംഗുലർ. കമ്മീനിനോ വെലോച്ചി, ഫോർമൽ പ്ലൂരൽ. ഫെർമത്തിലി, ഇൻഫോർമൽ സിംഗുലർ. സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്കൂ. ഫെർമാത്തവിലി, ഇൻഫോർമൽ പ്ലൂരൽ. സിഫെർമിലി, ഫോർമൽ സിംഗുലർ. സിഫെർമിനുലി, ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ അയ്യൂത്തമ്മി, ഇൻഫോർമൽ സിംഗുലർ. ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റാലിയൻ പീപ്പിൾ സാധാരണ അയ്യൂത്തമ്മി എന്ന് മാത്രം പറയില്ല, അയ്യൂത്തമ്മി പെർഫവോറെ എന്നുകൂടി പറയും. പെർഫവോറെ എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലീസ്. അയ്യൂത്താത്തമ്മി, ഇൻഫോർമൽ പ്ലൂരൽ. മീ അയ്യൂത്തി, ഫോർമൽ സിംഗുലർ. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മീ അയ്യൂത്തി എന്നാണ് പറയേണ്ടത്, അയ്യൂത്തമ്മി എന്ന് പറയുന്നതിന് പകരം. മീ അയ്യൂത്തിനോ, ഫോർമൽ പ്ലൂരൽ. ഫീദത്തി, ഇൻഫോർമൽ സിംഗുലർ. ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കൂ. ഫിദാത്തവി, ഇൻഫോർമൽ പ്ലൂരൽ. സിഫീദി, ഫോർമൽ സിംഗുലർ. സിഫീദിനോ, ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ റിസ്പോണ്ട് മീ, ഇൻഫോർമൽ സിംഗുലർ. ആൻസർ മീ, എനിക്ക് മറുപടി തരൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. റിസ്പോണ്ടേറ്റ് മീ, ഇൻഫോർമൽ പ്ലൂരൽ. മി റിസ്പോണ്ട, ഫോർമൽ സിംഗുലർ. മി റിസ്പോണ്ടിനോ, ഫോർമൽ പ്ലൂരൽ. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പല പ്രാവശ്യം കേൾക്കുക. ഒത്തിരി പ്രാവശ്യം കേൾക്കുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും, ഓർത്തിരിക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള സെൻറ്റൻസസ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ക്ലാസ് എടുത്ത് തരാം. ഇപ്പോൾ ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.